Hi dears, welcome back to our family. അപ്പം ഹോസ്പിറ്റലിലെ തേർഡ് ഡേ ആണിന്ന്. ഫോർത്ത് ഡേ ആണ്. ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ്. ഞാൻ വെച്ച് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യാമെന്ന്. ഇന്നെനിക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്. സോ ഫുള്ള് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ഉള്ള ടൈം അത്രയും വീഡിയോ ആയിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേന് സിസ്റ്റേഴ്സ് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റാണ് ബെഡിൽ ഇട്ടിരുന്നത്. സോ പറഞ്ഞു വേണ്ട, ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ്, ബെഡ്ഷീറ്റ് മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തിരിച്ചു പോയി. പിന്നെ കുറച്ച് ആ സമയമൊക്കെ ആയപ്പോഴത്തേന് കുഞ്ഞു ബേബി എണീറ്റു, കാശി ബേബി എണീറ്റു. രണ്ടുപേരും നല്ല കരച്ചിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കാണെങ്കിൽ മോഷൻ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. സോ ഞാൻ വാഷ്റൂമിൽ ഇരിക്കുന്ന ടൈമിലാണ് രണ്ടുപേരും എണീറ്റ്. രാവിലെ റൂം മൊത്തം അലമ്പായിരുന്നു രണ്ടും കൂടിയിട്ട്. ഇവരൊക്കെ ഉറങ്ങിയപ്പോൾ ഒരു സമയം അതുകൊണ്ടിട്ട് ഗോകുൽ ഇവിടെ കിടന്നുറങ്ങുന്നു, അമ്മാമ്മ അവിടെ കിടന്നുറങ്ങുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാനിപ്പോൾ കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ദേവി ഉണ്ടായിരുന്നു. ദേവി അങ്ങ് മനുവിനെ വിളിച്ചിട്ട് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇന്ന് ഡിസ്ചാർജ് ആവുമല്ലേ, അപ്പം അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ട്. കൊണ്ടുവന്ന വണ്ടി ഉണ്ട്, ഒന്നും കുഴപ്പമില്ല. ഞാൻ 7 മണിയാകുമ്പോഴത്തേന് ഡ്രസ്സ് ചെയ്യാൻ വരും, മരുന്ന് വെക്കാൻ വരും. അപ്പോഴത്തേന് കുളിച്ച് നിൽക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ 8 മണിയായി. കിടന്നിട്ട് ഞാൻ ഉറങ്ങിപ്പോയി. 7 മണിക്ക് എണീറ്റത്. പിന്നെ കുഞ്ഞു ബേബിക്ക് പാലൊക്കെ കൊടുത്ത് കുഞ്ഞു ബേബിനെ വെയിറ്റ് നോക്കാൻ കൊണ്ടുപോയി. കുഞ്ഞു ബേബി ജനിച്ചപ്പോൾ 2,600 കാശി 2,600 കേട്ടോ. സെയിം വെയിറ്റ് തന്നെയാണ് രണ്ടാൾക്കും. 2,600 ജനിച്ചപ്പോൾ. ഇപ്പോൾ വെയിറ്റ് നോക്കിയപ്പോൾ 2,425. വെയിറ്റ് കുറഞ്ഞു. കാശിക്കും അങ്ങനെയായിരുന്നു. ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട്. പിന്നെ പാലൊക്കെ കുടിച്ച് വരുമ്പോഴത്തേന് വെയിറ്റ് വയ്ക്കും. നമ്മൾ ഡെലിവറി ഡേറ്റ് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് കമൻറ്റ് കണ്ട്. ഇന്നത്തെ ഡെലിവറി ഡേറ്റ് 16/5/2025. എൻ്റെ ബർത്ത്ഡേ ഈ മാസം മെയ് 31. 31/5/2025. കാശി ബേബി ജനിച്ചത് ഓഗസ്റ്റ് 13, 2023. എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ഓഗസ്റ്റ് 11. അവൾ പറയായിരുന്നു കാശിയുടെ ബർത്ത്ഡേ എൻ്റെ മാസത്തിലും കുഞ്ഞു ബേബീൻ്റെ ബർത്ത്ഡേ നിൻ്റെ മാസത്തിലും ആണല്ലോ എന്ന് പറയുമായിരുന്നു. പിന്നെ വേറെന്താ, എനിക്ക് വിശക്കുന്നു. അവർ ഗ്യാസിൻ്റെ ഗുളിക വന്നിട്ട് പോയി. നല്ല വയറുവേദനയുണ്ട്. ലൈക്ക് യൂട്രസ് ചുരുങ്ങുന്നതിൻ്റെ ആയിരിക്കും. നല്ല രീതിക്ക് വയറുവേദനയുണ്ട്. ഡോക്ടർ വരും ഇനിയിപ്പം നോക്കാൻ വരുമ്പോൾ പറയണം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് തരുമായിരിക്കും. മരുന്ന് തരേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കറിയാം അങ്ങനെയാണ്. വയറുവേദന ഉണ്ടാവും. ഇപ്പം കണ്ടില്ലേ വയറ്. ഇന്നലത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വയറ് കുറഞ്ഞു. യൂട്രസ് പതുക്കെല്ലാം ചുരുങ്ങിപ്പോകത്തുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇത്രയും വയറുള്ളത്. പിന്നെന്താ, എനിക്ക് വിശക്കുന്നു. ഗോകുലിനോട് രാവിലെ ഞാൻ കാപ്പി മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ വിശക്കുന്നു. പക്ഷേ എണീപ്പിച്ച് ഞാൻ കഴിക്കും. പിന്നെ കാണാം. ഹലോ. അപ്പം എന്നെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. ബില്ല് എടുക്കാൻ അവർ പോയിട്ടുണ്ട് കേട്ടോ. ബില്ല് എടുത്തു തരാൻ പറഞ്ഞപ്പോ അവനെ കാശിയല്ല, കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തില്ല. കുഞ്ഞിനെ നാളെ ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ നിനക്കെന്തിനാ ബില്ല്? കുഞ്ഞിന് സെപ്പറേറ്റ് ബില്ല്, വേറെ ബില്ല്, കുഞ്ഞിന് വേറെ ബില്ല്. ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞത് ടച്ച് ആവും. ചരിച്ചു നോക്കി അങ്ങനെ കൈ ഇറക്കിയേ. അപ്പം ഞാൻ പറഞ്ഞ മോഡൽ ടച്ച് ആവും. കുഴപ്പമില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചരിഞ്ഞിരിക്കും. കറക്റ്റ് പൊസിഷൻ വെച്ചാൽ നീ ഭംഗിയായിരിക്കട്ടെ. ഞാൻ ഇങ്ങനെ കഴുത്തിങ്ങനെ കുഞ്ഞിരിക്കണം. അല്ലടാ, നിനക്ക് കൈ അടിക്കും. അതുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ വെക്കാം. അപ്പം എന്താ ഇപ്പം പറയാൻ
ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നെ ഡിസ്ചാർജ് ചെയ്ത് ഫസ്റ്റ് ഡേ വന്നു, അഡ്മിറ്റ് ചെയ്തു. അന്ന് ഒബ്സർവേഷൻ കാര്യങ്ങൾ, റൂം കിട്ടൽ, ഡോക്ടറോട് പറഞ്ഞു ഞാൻ വരാതെ പോരില്ല, അഡ്മിറ്റ് ആവൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് അഡ്മിഷൻ കിട്ടി. ഓരോ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് 15-ാം തീയതി അഡ്മിറ്റായി. 16-ാം തീയതിയാണ് ഡെലിവറിക്ക് കൊണ്ടുപോകുന്നത്. 16-ാം തീയതി തന്നെ ബേബി വന്നു. കുറേ പേര് ചോദിച്ചു ചേച്ചി ഡെലിവറി ഏത് ദിവസമായിരുന്നു, എപ്പോഴായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ബേബി വന്നത് 16-ാം തീയതിയാണ്. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റ് ചോദിച്ചു. എടാ എന്നെ കാണുന്നില്ലടാ, അതാണ് മെയിൻ. കുഞ്ഞിൻ്റെ വെയിറ്റ് ചോദിച്ചതിനകത്ത് ഞാനില്ലാത്ത സമയം കൊണ്ട് നിന്നെ തന്നെയല്ലേ അവർ കണ്ടുകൊണ്ടിരുന്നത്, എനിക്ക് കുറച്ച് എന്നെയും കാണിച്ചു. കുഞ്ഞിൻ്റെ വെയിറ്റ് 2,400 ആയിരുന്നു, 2,600. നമ്മുടെ കാശി ബേബീൻ്റെ സെയിം വെയിറ്റ് തന്നെയാണ്. കാശി ബേബി 2,600 തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് 12:25 ബേബി വന്നിട്ടുണ്ട്. എൻ്റെ കറുത്ത ബാഗിനകത്ത് എൻ്റെ പേഴ്സ് ഉണ്ട്, അതിനകത്ത് എൻ്റെ ആധാർ ഉണ്ട്. കിട്ടിയോ? ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേച്ചി കാണിച്ചോളൂ. ജനങ്ങൾ കാണാത്ത മാതിരിയാണ്. അപ്പം ഞാൻ ആധാർ എടുത്തോട്ട് ബേബീൻ്റെ എന്താ ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ബേബിക്ക് പേരിട്ടു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല പേര് സജഷൻസ് പറയാമോ. ഇഷ്ടംപോലെ സജഷൻസ് വന്നു. അതിനകത്തുനിന്ന് ഒരു പേരാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിവേ എല്ലാ പേരുകളൊക്കെ പറഞ്ഞതെന്ന് എല്ലാവർക്കും നന്ദിയുണ്ട്. പേര് നമുക്ക് റിവീൽ ചെയ്യുന്നത് ചരടുകെട്ടിന് ശേഷം പേര് പറയാം. ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റിൽ വേണ്ടിയിട്ടാണ് പേര് വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ നെയിമാണ് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചോ. ഇഷ്ടംപോലെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. നേരത്തെ ചോദിക്കേണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേര് ഫിക്സ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ഇതിപ്പോൾ ലേബർ റൂമിൽ നിന്ന് തന്നെ 2 വട്ടം വിളിച്ച് നമ്മൾ ഡെലിവറി പഞ്ചായത്തിൽ നിങ്ങളെ കൊച്ചിൻ്റെ പേരുണ്ടാവില്ല. ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പേര് ചോദിക്കുന്നതാണ്. ഫോം ഫില്ല് ചെയ്ത് തരാൻ പറയുന്നതാണ്, ഇപ്പോഴാണ് തരുന്നത് എന്നും പറഞ്ഞുകൊണ്ടിട്ട്. ദുബായിൽ എന്ത് കറങ്ങ് കൊണ്ട് വന്നേ. ഡെയിലി 8 മണിക്കൊക്കെ കടയിൽ തുറന്ന് രാത്രി 1 മണിയാകുമ്പോൾ അടക്കം ഞാൻ അവിടെ വരാൻ കുറേ ഉറങ്ങാം. അയ്യോ, ഞങ്ങൾ ഇന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലൊക്കെ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ വന്നു ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങി ഉറക്കം. എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് കഴിഞ്ഞൊരു ½ ആൻ അവറിൽ എന്നെ വെളി കൊണ്ടുവന്നു. അല്ലേ ചേച്ചി? സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് പുറത്ത് കൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചു. ഇവരെ കാണിച്ചപ്പോൾ ശരണീച്ച് പറഞ്ഞു ഗൂഗിൾ വന്നുകൊണ്ടിരിക്കുക, പാരിപ്പള്ളി എത്തിയെന്ന് പറഞ്ഞു. അപ്പം ബേബീനെ കാണുന്നതിന് മുമ്പ് ഗൂഗിൾ വരുന്നതിന് മുമ്പ് ബേബി വന്നു. അതിനുശേഷം ഗൂഗിൾ വന്നത്. പിന്നെ ബേബി കറക്റ്റ് നല്ല ടൈം ജുമാന്റെ സമയത്ത് വന്നു. പള്ളിയിൽ ജുമാന്റെ സമയത്ത് കറക്റ്റ് 12:33. 12:30 ഞാൻ റിസൾട്ട് അറിയുന്നത്. കുഞ്ഞ് വന്നത് 12:25. ഇവൻ അറിയുന്നത് 12. ഡെലിവറി ആ ടൈമിൽ കഴിഞ്ഞു. പക്ഷെ ഉള്ളിൽ കുഞ്ഞിനെ ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വെളിയിൽ കാണിക്കുന്നത്. ആ സമയമാണ് ആശം പറഞ്ഞത്. ഇവർ നമ്പർ എടുത്ത് എന്നെ വിളിക്കുമ്പോഴത്തേക്ക് 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ വഴിയല്ലോ. അതുകൊണ്ട് ഞാൻ അറിഞ്ഞത് 12:33. ജനന സമയമല്ല, എൻ്റെ കാതുകളിലെത്തിയ സമയം ഞാൻ ഓർക്കാകുന്നു. അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ വ്ലോഗൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ ആക്ച്വലി കുറേ കമൻറ്റ്, ചേച്ചി എന്താ യൂട്യൂബിൽ പറയാത്തത്, ജെൻഡർ റിവീൽ ചെയ്യാത്ത എന്താ. ആക്ച്വലി നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ പോസ്റ്റ് ആവുള്ളൂ. ഇവിടുത്തെ വൈഫൈക്കകത്തുനിന്നാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. റേഞ്ച് റൂമിൽ തീരെ കിട്ടത്തില്ല. എല്ലാം എനിക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആയിരിക്കും പറയുന്നത്. അതേപോലെയാണ് തീരെ റേഞ്ചില്ല. പിന്നെ ഇവിടുത്തെ വൈഫൈ കിട്ടുന്നുണ്ട്. ആ വൈഫൈക്ക് അതാണ് ഭയങ്കര സ്ലോ ആണ്. ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ രാത്രിയിലാണ് അപ്ലോഡ് ആവുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് കുറേ കമൻറ്റ് ചേച്ചി ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞു. ഓപ്പൺ ആവാത്തതിൻ്റെ റീസൺ ഏതാണ്? ഗൂഗിള് അതൊന്ന് ഓഫാക്കൂടാ, കോപ്പിറൈറ്റ് ഓഫാക്ക്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പറയാതെ അല്ലല്ലോ. നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ബേബി ബോയ് ആണ് വിത്ത് മൈ ബോയ്സ് എന്നും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും 2 ആൺകുട്ടികളെ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾ രാവിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ അല്ല, എപ്പോഴാണോ ബേബി ഗേൾ വരുന്നത് ഇപ്പോൾ വന്ന് ചോദിച്ചു ഡെലിവറി നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇല്ല എന്ന് പറഞ്ഞു. ആൾ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴാണോ പെൺകുച്ചിനെ കിട്ടുന്നത് അന്നേരം നിർത്തുന്നുള്ളൂ.
പിന്നെന്താ, അപ്പം ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഞാൻ വെറുതെ വലിച്ചു നീട്ടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. കാര്യം ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ കുഞ്ഞു ബേബീനെ കൊണ്ടുപോയി ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. എന്തിനാ ചേച്ചി ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടോ? എന്ത് ഇൻഫെക്ഷനാണ് ഇത്? സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഓ, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ. എനിക്ക് എപ്പോഴാണ് യൂറിൻ ഇൻഫെക്ഷൻ ആയി? അവര് പറയുന്നില്ലേ, അവരാണൊക്കെ നിൽക്കുന്നത്. അറിയാം. കൊച്ചിനെയും കൊണ്ട്. അപ്പം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് ബ്ലഡ് എടുക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവർ. മറ്റേ എന്താ, എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. അന്ന് കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കുഞ്ഞിന് ആൻറ്റിബയോട്ടിക് എടുക്കാം. അങ്ങനെയല്ലേ ചേച്ചി പറഞ്ഞത്? അങ്ങനെയാണ്. ചേട്ടനൊക്കെ ഉണ്ടോ? ചേട്ടാ കാശി ഹായ് പറഞ്ഞു. കുഞ്ഞു ബേബി വന്നപ്പോൾ കാശി ഒരുപാട് വലുതായപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തില്ല. കുഞ്ഞിനെ നാളെ ഡിസ്ചാർജ് ആവത്തുള്ളൂ. അതുകൊണ്ടിട്ട് നാളെ ഇനിയിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ ഇന്ന് പോകാൻ പറ്റില്ല. നാളെ വൈകുന്നേരമൊക്കെ, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് കുഞ്ഞിൻ്റെ ബ്ലഡ് കൾച്ചർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് വൈകുന്നേരം കിട്ടത്തോളം ഡോക്ടർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ കുറേ ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യന്മാരുടെ പേരുകൾ കുറേ കുട്ടികൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാശിനെ ഹോമിയോയിലാണ് കാണിക്കുന്നത്. സോ അത് കണക്ക് ഞാനും കുഞ്ഞു ബേബീനെ ഹോമിയോയിലായിരിക്കും കാണിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഈ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ, ചെവിൻ്റെത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, അതിന് മാത്രമായിരിക്കും പ്രൈവറ്റ് എടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഹോമിയോയിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ സിറ്റുവേഷൻ പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വേറെ എന്താ ഇപ്പോൾ വിശേഷം? കൊച്ചു മറ്റന്നാൾ പോകും കേട്ടോ. എന്നെ നാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു, അയാൾ നാളെ മറ്റന്നാൾ പോകുന്നു. പോട്ടെ. അയ്യോ, അത് ലേബർ റൂമിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഫിൽ ചെയ്ത ഫോം ഉണ്ടല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ ഇതുവരെ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പിടിച്ചോളാം. കൊണ്ട് കൊടുത്തിട്ടോ. അപ്പം അത് കൊടുക്കാൻ പോവാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ജിത്തുവേ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് നല്ലത്. ശരണീച്ച് കൊണ്ടുപോയോ? കൊണ്ടുപോക്കോളാം. മാമൻ പോയിട്ട് പോരാ. ലേബർ റൂമിൽ ചേച്ചി. അപ്പം എന്താ പറയുക, അങ്ങനെ ഞാൻ ഫുള്ള് ഡേക്ക് എടുക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണേ. പക്ഷേ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഹോസ്പിറ്റലിലെ ഡേ ഇൻ മൈ ലൈഫ് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല. പിന്നെ എനിക്ക് വയ്യ, എനിക്ക് കിടക്കണം. കുഞ്ഞു ബേബിക്ക് പാല് കൊടുത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് എനിക്ക് ലഞ്ച് മനുവിൻ്റെ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്താട്ടെ. അപ്പോൾ ശരി, നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് കാണാം. അപ്പോൾ ദേ എൻ്റെ പൊതിച്ചോറ്. മുടിയൊക്കെ ഒരു പരിവായി. ഫോൺ വയ്ക്കാൻ സ്പേസ് ഇല്ല. കണ്ട, അച്ചാറ്, തോരൻ, മുട്ട വറുത്തത്, ചിക്കൻ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നൊരു ചിക്കൻ കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ കഴിക്കും. ഞാൻ ഇന്നലെ തൊട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ ബ്രോസ്റ്റഡ് മേടിച്ച് കഴിച്ചു. എനിക്കതൊരു വിഷയമേ അല്ല. ഒന്നും കഴിച്ചുകൂടാതെ ഇല്ല എന്നൊക്കെ പറഞ്ഞു, പറ്റിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഇത് മനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ അവരൊക്കെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ വേണ്ടി എനിക്ക് സ്പെഷ്യൽ കൊണ്ടുവന്നതാണ്. എന്ത് ടേസ്റ്റ് എന്ന് പറയും. മനുവിൻ്റെ വീട്ടിലെ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നല്ല അവിടുത്തെ അമ്മ ഉണ്ടാക്കുന്ന ചോറ് ഭയങ്കര ടേസ്റ്റ്. അതാണ് ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുന്ന. ആരാ മനു, എന്താ പറയുന്നതെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലായിരിക്കല്ലേ. നമ്മുടെ സ്ഥിരം വ്ലോഗ് കാണുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അല്ലേ. സോറി.
സോറി, നമുക്ക് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കിട്ടത്തില്ല, നാളെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. സോ ഒത്തിരി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നടക്കത്തില്ല. ഇനി എന്തായാലും നമുക്ക് നാളെ എന്താ പറയുക, ഡിസ്ചാർജ് നാളെ ഉണ്ടാവുള്ളൂ. എന്നെ ഡിസ്ചാർജ് ചെയ്തു, കുഞ്ഞിന് നാളെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ. സോ നാളെ കാണാം, നമുക്ക് നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. പിന്നെ ഡെലിവറി വ്ളോഗ് ചോദിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ.